ഒരിക്കലും മടങ്ങില്ലെന്നറിയാമെങ്കിലും ഒരിക്കലും മടങ്ങില്ലെന്നറിയാമെങ്കിലും വേഴാമ്പലായി ഞാൻ കാത്തിരിക്കാം. ഒരു യുഗ്മഗാനം ഞാൻ ഓർത്തിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട്, പേര് ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കും വിഷമാവാൻ പാടില്ല. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഉമ്മ എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഉമ്മയാണ്. ആ വീട്ടിലും എനിക്ക് എൻ്റെ വീട്ടിനേക്കാൾ സ്വാതന്ത്ര്യമുള്ളൊരു വീടാണ്. അപ്പോൾ ആ ഉമ്മയുടെ 23-24 വയസ്സുള്ള സമയത്ത് അവരുടെ ഭർത്താവ് മരിക്കും. അവരുടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതം അങ്ങനെ വളരെ വലിയ പൈസക്കാരാണ്, ഭയങ്കര തറവാടികളാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഭയങ്കര പൊട്ടലും ചീറ്റലും വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഉണ്ടായിട്ടും, പക്ഷേ ഇടയ്ക്ക് ഞാനിങ്ങനെ എനിക്ക് ചെറിയ ഇങ്ങനത്തെ ഒരു എഴുത്തിൻ്റെയും ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഭ്രാന്തുള്ളതും ഞങ്ങളൊന്നിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം പറ്റി മനസ്സ് തുറന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പാട്ടാക്കിയത്. ആ മനസ്സ് തുറന്നത് എന്താണെന്ന് വെച്ചാലും അവർ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ കുറേ സംസാരിക്കാറുണ്ടായിരുന്നു. മരണശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അതിൻ്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തു. ആ ഒരു സബ്ജക്റ്റ് ഞാൻ പാട്ടാക്കി. അത് എപ്പോഴും ആ പാട്ട് ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേൾക്കും. ഞാൻ പാട്ട് കേൾക്കും. ഞാൻ ആ പാട്ട് മിക്ക വേദികളിലും ഈ കഥ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് പാടി കൊടുക്കുമ്പോൾ എത്രയോ പേര് എഴുന്നേറ്റൊന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവം പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ചിറകരിഞ്ഞു ബന്ധന കൂട്ടിലടച്ചു, പിന്നെ സ്വർണ്ണപ്പല്ലക്കേറി യാത്ര തിരിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത തുവാല നീ, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത തുവാല നീ, കുമ്പിളിൽ സമ്മാനമായി നീട്ടിത്തന്നു.